ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു മോരുകറിയാണ്. തിരക്കുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എന്നാൽ ഇത് നമുക്ക് തയ്യാറാക്കാം. മോരുകറി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് തൈരൊന്ന് ഉടച്ചെടുക്കാം. ഇതിലെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മോരുകറി ഉണ്ടാക്കാൻ അത്യാവശ്യം പുളിയുള്ള തൈരാണ് നല്ലത്. ഇതിലെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് ഇനി 1 തണ്ട് ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് നടുവേ കീറിയത്. ഇനി എല്ലാം കൂടെ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ജീരകം ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചത്. ഇനി മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയെ മൂപ്പിച്ചതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ ജീരകത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി തിളപ്പിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. മോരുകറി ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് എരിവും പുളിയൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.